സോ 2021 നമ്മൾ പുതിയൊരു ക്യാമറ പർച്ചേസ് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വരുന്നൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മളൊരു DSLR ക്യാമറ കൺസിഡർ ചെയ്യണോ അതൊരു മിറർലെസ് ക്യാമറ നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. So after a great consideration and consultation, I came to the conclusion that ഒരു മിറർലെസ് ക്യാമറ തന്നെ മേടിക്കാൻ നമ്മൾ കരുതിയാലും അവിടെ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ടല്ലേ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ 50,000 രൂപയ്ക്ക് താഴെ ഞാൻ എൻ്റെ അടുത്തൊരു റഫ് ഐഡിയ ചോദിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സജസ്റ്റ് canon M50, അതല്ലെങ്കിൽ നമ്മുടെ Sony A6000 വരുന്നുണ്ട്, Fuji XT200 X-T200 വരുന്നുണ്ട്, പിന്നെ നമുക്ക് നമ്മുടെ പാനസോണിക്കിൻ്റെ ലൂമിക്സ് G7 എന്ന് പറയുന്ന ഒരു ക്യാമറ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ക്യാമറ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇവിടെ നമുക്ക് തെറ്റാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും റേറ്റിംഗ് ഉള്ള 2 ക്യാമറാസ് നമ്മളെടുത്ത് അതൊന്ന് കമ്പയർ ചെയ്യാനായിട്ട് പോവാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ Fuji XT200 അതുപോലെ നമ്മുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള Sony A6000 ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കമ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ കമ്പയറിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ആസ് ഇഫ് ഞാനാണ് ഈ ഒരു ക്യാമറ മേടിക്കാനായിട്ട് പോകുന്നതെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ആ ഫാക്ടേഴ്സൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോ ക്യാമറയ്ക്ക് നമ്മൾ പോയിന്റ്സ് കൊടുക്കും. ആൻഡ് അറ്റ് ദി വെരി എൻഡ് ഏത് ക്യാമറയ്ക്കാണോ ഏറ്റവും കൂടുതൽ പോയിന്റ് വരുന്നത് ആ ക്യാമറയൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളൊരു ക്യാമറ പർച്ചേസിൻ്റെ ഡിസിഷനൊക്കെ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ഒരു ബെൽ ബട്ടണും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അധികം ഡിലേ ഇല്ലാതെ ഇനി വീഡിയോയിലോട്ട് എടുക്കാം. Sony A6000 എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓൾഡ് മോഡൽ ഡിവൈസാണ്. ഇറങ്ങിയിരിക്കുന്നത് 2014 ഇപ്പോഴും ഒരുപാട് പേര് കറൻ്റ്ലി യൂസ് ചെയ്യുന്നൊരു ക്യാമറയാണ്. ബട്ട് നമ്മൾ Fuji XT200 കൺസിഡർ ചെയ്യുമ്പോൾ അത് കമ്പാരിറ്റീവ്ലി പുതിയൊരു മോഡൽ ക്യാമറയാണ്. അതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് 2019-2020 ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പുതിയ ജനറേഷനിലെ ക്യാമറയും 2014 ഇറങ്ങിയ A6000 തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 2 ക്യാമറയുടെയും സെൻസർ സൈസാണ്. 24 മെഗാ പിക്സലിൻ്റെ CMOS സെൻസറാണ് ഈ 2 ക്യാമറസിനകത്തും കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു ഫോട്ടോഗ്രാഫി സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ Fuji XT200 നമുക്ക് 8 ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ Sony A6000 വെച്ചാൽ നമുക്ക് 11 ഫ്രെയിംസ് പെർ സെക്കൻഡ് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ FPS അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമുക്ക് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ നമ്മൾ കണ്ടിന്യൂസ് മോഡിലിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യില്ല. അതായത് ഒറ്റ സെക്കൻഡിൽ എത്ര ഫ്രെയിംസ് വരെ ഈ ക്യാമറയ്ക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ബേർഡ് ഫോട്ടോഗ്രാഫി അതല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അതല്ലെങ്കിൽ സ്പോർട്സ് ഫോട്ടോഗ്രാഫിക്ക് നമുക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു കണ്ടിന്യൂസ് ഷൂട്ടിംഗ് സ്പീഡ് എപ്പോഴും ഹൈ ആയിരിക്കണം. സോ അങ്ങനെ നോക്കുമ്പോൾ A6000 നമ്മുടെ പോയിന്റ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 2 ക്യാമറയുടെയും ISO റേഞ്ച് ആണ്. Sony A6000 വെച്ചാൽ 100 to 25,600 വരെ ഇതിനൊരു ISO സപ്പോർട്ട് വരുന്നുണ്ട്. XT200 വെച്ചാൽ നമുക്ക് 200 to 12,800 വരെയാണ് ഇതിൻ്റെ ISO സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. 2 ക്യാമറകൾക്കും നമുക്ക് ISO ബൂസ്റ്റ് ചെയ്തുകൊണ്ട് 51,200 വരെ യൂസ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മുടെ ബേസിക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ A6000 ഇവിടെ പോയിന്റ് പോകുന്നത്. ഇനി നമ്മൾ വീഡിയോ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മേജർ ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മുടെ XT200 നമുക്ക് 4K Ultra HD നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മുടെ Sony A6000 നമുക്ക് 1080p വീഡിയോസ് വരെ നമുക്ക് സപ്പോർട്ട് വരുന്നുള്ളൂ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലെൻസ് കോമ്പാറ്റബിലിറ്റി ആണ്. ഫുജി ക്യാമറകൾക്ക് ഫുജിയുടെ X മൗണ്ടും സോണി ക്യാമറകൾക്ക് സോണിയുടെ E മൗണ്ട് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ലെൻസ് ലൈബ്രറി നോക്കിക്കഴിഞ്ഞാൽ ഫുജിനേക്കാൾ കൂടുതൽ ലെൻസസ് ഉള്ളത് നമ്മുടെ സോണിക്കാണ്. അതുപോലെ തന്നെ സോണി ക്യാമറകൾക്ക് ഒരുപാട് നല്ല ക്വാളിറ്റി തേർഡ് പാർട്ടി ലെൻസിൻ്റെയും ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ ലെൻസുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോണിക്ക് തന്നെയാണ് നമ്മുടെ പോയിന്റ് പോകുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈ 2 ക്യാമറകളുടെയും LCD സ്ക്രീനാണ്. Sony A6000 വെച്ചാൽ 3 ഇഞ്ചിൻ്റെ LCD സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതും ടച്ച് സ്ക്രീൻ ഒന്നുമല്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഫുജി ക്യാമറയ്ക്ക് 3.5 ഇഞ്ചിൻ്റെ LCD സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളി ടച്ച് ഫംഗ്ഷണൽ ആയിട്ടൊരു സ്ക്രീനാണ്. അതുമാത്രമല്ല അടുത്തൊരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ സ്ക്രീൻ നമുക്ക് കംപ്ലീറ്റ്ലി ഫോൾഡബിൾ ആണ്. അതായത് നമുക്ക് ടിൽറ്റ് ചെയ്ത് നമുക്ക് സെൽഫി മോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ വ്ളോഗിങ് പർപ്പസിനായാലും അതല്ലെങ്കിൽ ഇതേപോലെ നമ്മളെ തന്നെ കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോ പർപ്പസിനായാലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് Fuji XT200. ഇനി ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ നോക്കാന്ന് വെച്ചാൽ നമ്മുടെ Fuji XT200 ഇവിടെ പോയിന്റ് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സോണിയുടെ ഓട്ടോ ഫോക്കസിംഗ് സിസ്റ്റം. അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്ക് A6000 നമുക്ക് ഫേസ് ട്രാക്കിംഗ് ആണ് വരുന്നത്, അല്ലെങ്കിൽ ഫേസ് ഓട്ടോ ഫോക്കസ് ആണ് വരുന്നത്. നമ്മുടെ Fuji XT200 വെച്ചാൽ ഫേസ് ട്രാക്കിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഐ ഫോക്കസും കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് പേപ്പർ വൈസ് നമ്മുടെ Fuji XT200 പോയിന്റ് പോകുന്നത്. അതുമാത്രമല്ല XT200 തന്നെയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് പോയിന്റ്സും കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഈ 2 ക്യാമറകളുടെയും ബാറ്ററി ലൈഫാണ്. Sony A6000 ഇവിടെ നമ്മുടെ പോയിന്റ് പോകുന്നത്. 360 ഷോട്ട് വരെ ഒറ്റ ചാർജിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ ഫുജി ക്യാമറ
നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു 270 ഷോട്ടാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 100 ഷോട്ടിൻ്റെ ഡിഫറൻസ് ഈ രണ്ട് ക്യാമറകളും തമ്മിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു സ്പെക് ഷീറ്റ് കമ്പാരിസൺ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. ഈ രണ്ട് ക്യാമറകളുടെയും റിയൽ ലൈഫ് യൂസേജ് പറയുമ്പോൾ രണ്ട് ക്യാമറയും അത്യാവശ്യം നല്ല ക്യാമറകൾ തന്നെയാണ്. യൂസർ റിവ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ Fuji XT200 അതുപോലെ തന്നെ Sony A6000 ഒരുപാട് ഫാൻസും ഒരുപാട് ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് ക്യാമറകളാണ്. ഫൈനൽ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് ക്യാമറകളുടെയും പ്രൈസിംഗ് ആണ്. നമ്മൾ സോണി A6000 നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ A6000 വിത്ത് 16 to 55 കിറ്റ് ലെൻസും അതുപോലെ തന്നെ 55 to 210mm സൂം ലെൻസും കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 55,900 റുപ്പീസാണ് നമുക്ക് ആമസോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫുജി ക്യാമറ എന്ന് വെച്ചാൽ 54,000 രൂപയാണ് നമുക്ക് ഓൺലൈൻ പ്രൈസ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ ഒരു 50,000 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ചിനൊക്കെ കൂടുതലല്ലേ എന്ന്. ആക്ച്വലി നമുക്ക് സോണിയുടെ A6000 എന്ന് പറയുന്ന ഈ ഒരു മോഡൽ സൂം ലെൻസ് ഇല്ലാതെ കിറ്റ് ലെൻസ് മാത്രമായിട്ട് നമുക്ക് 46,600 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ബണ്ടിലായിട്ട് മേടിക്കുന്നതാണ് എപ്പോഴും നല്ലത് വരുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു ബഡ്ജറ്റാണ്, 50,000 ക്രോസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 46,000 രൂപയ്ക്ക് നമ്മുടെ സോണി A6000 നിങ്ങൾ പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പോയിന്റ് ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ Fuji XT200 എന്ന് പറയുന്ന ഈ ഒരു മോഡലിലാണ്. അപ്പോൾ നമ്മൾ ഈ പേപ്പറിലെ സ്പെക്സ് വൈസ് നോക്കാമെന്ന് വെച്ചാൽ Fuji XT200 ആണ് നമ്മുടെ ക്ലിയർ വിന്നർ വരുന്നത്. ഇനി നിങ്ങൾക്ക് 54,000 രൂപയ്ക്ക് ഈ ഒരു ക്യാമറ എടുക്കാം. അതല്ല നിങ്ങൾക്ക് സ്പെക്സ് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, രണ്ട് ലെൻസ് വേണമെന്നുള്ളതാണ് നിങ്ങളുടെ കൺസിഡറേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് Sony A6000 നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ക്യാമറാസും പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ആണ്. സോ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ക്യാമറ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ത്രൂ ആ ലിങ്ക്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചാൽ അത് നമ്മുടെ ചാനലിൽ ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കിനി പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതൊരു ബൈ, പീസ്.